നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എത്ര തന്നെ നമ്മുടെ പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറിപ്പാർത്താലും തൊഴിൽ തേടിയെത്തിയാലും സ്വന്തം നാടും കുടുംബവും മാത്രമാകും അവരുടെ മനസ്സിൽ. 4 ചുവരുകൾക്കുള്ളിൽ ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളുമായി അവർ ഉണ്ടാകും. അതുതന്നെയാകും സ്വന്തം നാടിനോ നാട്ടുകാർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ ആദ്യം ഓടിയെത്തുന്നത്. പ്രളയം കേരളത്തെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ ആദ്യം സാമ്പത്തികമായി കൈത്താങ്ങായത് പ്രവാസികൾ തന്നെയാകുന്നു. അവർ നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഏറെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രവാസി ഭക്തന്റെ കാണിക്കയായി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് 100 പവൻ തൂക്കമുള്ള സ്വർണ്ണാനയും 1 കോടി രൂപയും ലഭിച്ചിരിക്കുകയാണ്. സ്വർണ്ണാനയ്ക്ക് 45 ലക്ഷത്തോളം രൂപ വിലമതിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആനയെ നടയിരുത്തുന്ന ചടങ്ങ് പ്രതീകാത്മകമായി നടത്തിയിട്ടുമുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആന പഴയന്നൂർ ശ്രീരാമനെയാണ് പ്രതീകാത്മകമായി ഇതിൽ നടയിരുത്തിയത്. നടയിരുത്തലിന്റെ ചടങ്ങുകളിലെല്ലാം സ്വർണ്ണാനയും ഉൾപ്പെടുത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വെള്ളയും കരിമ്പടവും വിരിച്ച് ശ്രീരാമനെ ഇരുത്തിയതിന് സമീപം സ്വർണ്ണാനയും വയ്ക്കുകയാണ് ചെയ്തത്. 2 ആനകൾക്കും പൂജയും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ വലിയമ്പലക്കല്ലിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് നടയിരുത്തൽ ചടങ്ങ് നടത്തിയിരുന്നത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി ഈ ചടങ്ങിന് നേതൃത്വവും നൽകി. അതോടൊപ്പം തന്നെ ചടങ്ങിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MG ജഗദീഷ്, മാനേജർ P കൃഷ്ണകുമാർ, സമിതി പ്രസിഡന്റ് P പങ്കജാക്ഷൻ, സെക്രട്ടറി TR ഹരിഹരൻ, P ശശിധരൻ, രാമകൃഷ്ണൻ, ജീവധനം മാനേജർ ED അഖിൽ എന്നിവർ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ഇത് വാർത്തകളിൽ വന്നതോടെ തന്നെ നിമിഷങ്ങൾക്കകം വൈറലാവുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഗൾഫിൽ മലയാളികളും ഏറ്റെടുത്തു കഴിഞ്ഞു. എന്നാൽ പ്രവാസി ഭക്തൻ എന്നതല്ലാതെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.